കുണ്ടറ സ്വദേശി അസ്നാർ കുട്ടി തൻ്റെ അംബാസഡർ കാറുമായി കൊല്ലത്ത് ഒരു ഓട്ടം വന്നതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കാണാനെത്തിയ ഒരു കുടുംബമാണ് സവാരിക്കാർ. മത്സരവേദിക്ക് സമീപം അംബാസഡർ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിച്ചില്ല. നേരെ സവാരിക്കാരെയും കൊണ്ട് അസ്നാർ കുട്ടി കൊല്ലം ബീച്ചിലേക്കെത്തി. കുടുംബം കടൽ കാണാൻ പോയ സമയം അസ്നാർ കുട്ടി 93 മോഡൽ തൻ്റെ അംബാസഡർ കാറിനെ കുറിച്ച് വാചാലനായി. അംബാസഡറിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കുറവ്, ഡ്രൈവിംഗ് ചെയ്ത് സുഖമാണ്, യാത്ര ചെയ്യാൻ ക്ഷീണം ഉണ്ടാകത്തില്ല, ദൂരം ഓടിക്കുക, ഇതൊക്കെ കൊണ്ട് കൊള്ളാം. 1977 അസ്നാർ കുട്ടി ലൈസൻസ് എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ അംബാസഡറിൻ്റെ വളയമേ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ആഡംബരമില്ലായിരുന്നു, ഇത് തന്നെയായിരുന്നു. ചവറ കൊട്ടുകാട് മുകുന്ദപുരം സ്വദേശികളായ പ്രസാദ്, ഭാര്യ ശ്രീകല, മകൻ അദ്വൈത് എന്നിവരാണ് സവാരിക്കാർ. എവിടെ യാത്ര പോയാലും അസ്നാർ കുട്ടിയുടെ അംബാസഡർ കാർ മാത്രമേ ഓട്ടം വിളിക്കൂ. അംബാസഡറിലെ യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങളുടെ കിങ് അല്ലേ അത്. ഞങ്ങൾ വന്ന കാലം മുതൽ ഇതിനകത്താണ് ഞങ്ങളുടെ യാത്ര. അങ്ങോട്ട് എവിടെ പോകണേലും, തിരുവനന്തപുരം ആയാലും കോഴിക്കോടായാലും കണ്ണൂരായാലും എവിടെയായാലും ഒരു കുഴപ്പമില്ലാതെ ഡീസൻ്റായിട്ട് പോയി വന്ന് വളരെ സുഖമായ ഫ്ലൈറ്റിൽ പോകുന്ന സുഖമായ വണ്ടി. അത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സുഖമാണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ പറ്റും. മറ്റുള്ള വണ്ടിയേക്കാളൊക്കെ സുഖം നമ്മുടെ പഴയ വണ്ടി തന്നെയാണ്. അടുത്ത ദിവസം വീണ്ടും കലോത്സവ നഗരിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാണ് അസ്നാർ കുട്ടിയും സവാരിക്കാരും മടങ്ങിയത്. അടുത്ത ദിവസം എത്തുമ്പോൾ തൻ്റെ പാവം അംബാസഡർ കാർ പാർക്ക് ചെയ്യാൻ ഇടം തരണമെന്നൊരു അഭ്യർത്ഥനയും സംഘാടകരോട് അസ്നാർ കുട്ടിക്കുണ്ട്. അംബാസഡറിന് തുല്യം അംബാസഡർ മാത്രം. ഏതായാലും ഈ ഒരു കുടുംബം കൊല്ലത്തെ സ്കൂൾ കലോത്സവം കാണാൻ എത്തിയതാണ്. പാർക്കിംഗ് സൗകര്യം കിട്ടിയില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ ആ കുറവ് പരിഹരിക്കുമെന്നാണ് ഈ കുടുംബം പറഞ്ഞിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ കൊല്ലം.